എവരിവൺ വെൽക്കം ബാക്ക് ടു ആർക്കേനിക്സ്. അപ്പൊ എല്ലാവരും ഇപ്പം എക്സാമിന്റെ തിരക്കിലായിരിക്കും. അതായത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്കൂൾസിലും കഴിഞ്ഞിട്ടുണ്ട് ചില സബ്ജക്ട്സ്, ചില സ്കൂൾസിന് ഇനി നടക്കാൻ പോവാണ്. എന്തായാലും മിസ് പെട്ടെന്ന് ബോട്ടണിന്റെ കുറച്ച് ഡയഗ്രാംസ് പറഞ്ഞുതരാം. നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് വരച്ച് പഠിച്ചു പോവാ. കുറെ പേർക്ക് ഡൗട്ട്സ് ഉണ്ട്, അതുകൊണ്ടാണ് മിസ് ഈ ഡയഗ്രാംസിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. സോ ഹിയർ ഇസ് ദ ഫസ്റ്റ് വൺ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ള ഡയഗ്രാം എന്ന് പറയുന്നത് ഡൈക്കോട്ട് സ്റ്റെം, മോണോകോട്ട് സ്റ്റെം, ഡൈക്കോട്ട് റൂട്ട് ആൻഡ് മോണോകോട്ട് റൂട്ട്. അതിൽ നിങ്ങൾ വരയ്ക്കേണ്ട ആ ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൗണ്ട് പ്ലാൻ ആണ്, അല്ലാതെ പോർഷൻ എൻലാർജ്ഡ് അല്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഗ്രൗണ്ട് പ്ലാൻ ആണ്. ഈ ഒരു ഗ്രൗണ്ട് പ്ലാൻ നിങ്ങൾ വരച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു 4 എണ്ണോ അല്ലെങ്കിൽ 5 എണ്ണം കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യാനും പഠിക്കുക. ഓക്കെ, ദാറ്റ് ഇസ് അബൌട്ട് ഡൈക്കോട്ട് സ്റ്റെം. ഇനി അടുത്ത എന്താണ്? നമ്മുടെ ഡൈക്കോട്ട് റൂട്ട് ആണ്. പക്ഷെ ഡൈക്കോട്ട് റൂട്ട് നിങ്ങളോട് അങ്ങനെ ചോദിക്കാറില്ല, വളരെ റെയർ ആയിട്ട് ചില സ്കൂൾസിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് പഠിക്കുക ഡൈക്കോട്ട് റൂട്ട്. ബാക്കി 3 എണ്ണം നന്നായിട്ട് വരച്ചു പഠിച്ചതിന് ശേഷം മാത്രം ഇത് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ ഈ പോർഷൻ എൻലാർജ്ഡ് അല്ല നമുക്ക് വേണ്ടത്. ഡൈക്കോട്ട് റൂട്ടിന്റെ ഈ ഒരു പെർട്ടിക്കുലർ TS ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് പ്ലാൻ ആണ് നിങ്ങൾ വരച്ചു പഠിക്കേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എന്താണ്? നമ്മുടെ മോണോകോട്ട് സ്റ്റെം ആണ്. മോണോകോട്ട് സ്റ്റെം വളരെ വളരെ എളുപ്പമാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടാണ് നമ്മുടെ വാസ്കുലാർ ബണ്ടിൽസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് പ്ലാൻ നിങ്ങൾ വരച്ച് പഠിക്കുക. ആൻഡ് ഈ ഒരു പോർഷൻ എൻലാർജ്ഡ് അല്ല വേണ്ടത്. ഇനി അടുത്തത് നമുക്കുള്ളത് നമ്മുടെ മോണോകോട്ട് റൂട്ടിന്റെ ഇതേപോലെ ഗ്രൗണ്ട് പ്ലാൻ ആണ്. സോ ഹിയർ ഇസ് ദ ഗ്രൗണ്ട് പ്ലാൻ. അപ്പോൾ അവിടെ വാസ്കുലർ ബണ്ടിൽസ് റേഡിയലി അറേഞ്ച്ഡ് ആണ് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളൊരു കോമ്പസ് യൂസ് ചെയ്തിട്ട് ഇത് വരയ്ക്കാൻ ശ്രമിക്കുക. വെറുതെ കൈ കൊണ്ട് വരയ്ക്കുമ്പോഴാണ് നമുക്ക് പിന്നെ അത് മായ്ച്ച് വരയ്ക്കേണ്ട ഒരു ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഷാർപ്പൻ ആയിട്ടുള്ള പെൻസിലും അതുപോലെ ഒരു കോമ്പസും കൊണ്ടുപോകുക. എന്നിട്ട് ആ ഒരു പിത്തിന്റെ പോർഷൻ നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് എന്താണ് ആ സർക്കിൾ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ലേബിൾ ചെയ്യുന്നത് എപ്പോഴും ഒരു സൈഡിലേക്ക് അല്ല ലേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്കുള്ള അടുത്ത ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ CS ഓഫ് ആന്ധ്ര ആണ്. നമ്മുടെ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയഗ്രാം ആണ്. ഇതും ഈ ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളാം. ഇത് നിങ്ങൾ വരച്ച് പഠിച്ചോളാം. ഇത് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിച്ചോളാം കേട്ടോ. ഇനി അത് കൂടാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെരിമെന്റ്സ് ആണ്. 4 എക്സ്പെരിമെന്റ്സ് ആണുള്ളത്. 4 എക്സ്പെരിമെന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഡയഗ്രാം വരയ്ക്കുക. പേപ്പർ ക്രോമാറ്റോഗ്രഫി, അതുപോലെ ഹൈഡ്രൽ എക്സ്പെരിമെന്റ്, സ്റ്റൊമാറ്റോന്റെ എക്സ്പെരിമെന്റ്, അതുപോലെ തന്നെ എന്താണ് ഈസ്റ്റിന്റെ എക്സ്പെരിമെന്റ്. ഇത് 4 എണ്ണവും നിങ്ങൾ വരച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ബോട്ടണിയിലെ ഡയഗ്രാംസ് നിങ്ങൾ വരച്ചു പഠിക്കേണ്ടത്. സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദി എക്സാം ആൻഡ് വി വിൽ മീറ്റ് അഗൈൻ. താങ്ക് യു. ബൈ ബൈ.